يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. അല്ലയോ വിശ്വസിച്ചവരെ, വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്ക് അസഹ്യമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതിരിക്കുവിൻ. ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അതേപ്പറ്റി ചോദിച്ചാൽ വെളിപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇതുവരെ ചെയ്തത് അല്ലാഹു പൊറുത്തു തന്നിരിക്കുന്നു. അല്ലാഹു മാപ്പരുളുന്നവനും കനിവുറ്റവനുമല്ലോ. നിരർത്ഥവും അപ്രസക്തവുമായ ഒട്ടേറെ വിചിത്ര ചോദ്യങ്ങൾ നബി തിരുമേനിയോട് ചിലർ ചോദിച്ചിരുന്നു. ഒരിക്കൽ നിറഞ്ഞ സദസ്സിൽ വെച്ച് ഒരാൾ അയാളുടെ സാക്ഷാൽ പിതാവാരെന്ന് തിരുമേനിയോട് ചോദിക്കുകയുണ്ടായി. അപ്രകാരം മതപരമായി പ്രാധാന്യമൊന്നുമില്ലാത്ത മസാലകൾ ചോദിക്കുന്നതും പതിവായിരുന്നു. അതുപോലെ പൊതുനന്മയെ ലാക്കാക്കി അല്ലാഹു പ്രത്യേകം നിർണയമൊന്നും ചെയ്തിട്ടില്ലാത്ത സംഗതികളുടെ നിർണിത രൂപങ്ങൾ അന്വേഷിക്കാറുണ്ടായിരുന്നു. ഉദാഹരണമായി, നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഖുർആനിലെ വിധി കേട്ട ഉടൻ ഒരാൾ തിരുമേനിയോട് ചോദിച്ചു, എല്ലാ കൊല്ലവും നിർബന്ധമാണോ? അവിടുന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. അയാൾ വീണ്ടും അന്വേഷിച്ചു. അപ്പോഴും തിരുമേനി മൗനം പാലിച്ചതേയുള്ളൂ. മൂന്നാമതും ചോദിച്ചപ്പോൾ അവിടുന്ന് ഇപ്രകാരം ഉത്തരം പറഞ്ഞു, പരിതാപകരം. ഉവ്വ് എന്ന് എന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന പക്ഷം ഹജ്ജ് നിങ്ങൾക്ക് വർഷം തോറും നിർബന്ധമാവുന്നതാണ്. പിന്നീടത് നിങ്ങൾക്ക് പാലിക്കാനാവാതെ വരും. അങ്ങനെ കൽപ്പന ലംഘിക്കപ്പെടുന്നതുമായിരിക്കും. ഈ സൂക്തത്തിൽ നിരോധിച്ചിട്ടുള്ളത് അനാവശ്യവും നിരർത്ഥകവുമായ അത്തരം ചോദ്യങ്ങളെ അത്രേ. ചോദ്യം അധികരിപ്പിക്കുന്നതിനെയും അനാവശ്യമായി ഓരോ കാര്യവും ചുഴിഞ്ഞന്വേഷിക്കുന്നതിനെയും നബി വിരോധിച്ചിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് അരുൾ ചെയ്തു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുറ്റം ചെയ്ത മുസ്ലിം ജനങ്ങൾക്ക് നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുകയും ആ ചോദ്യം മൂലം ആ വിഷയം നിഷിദ്ധമാകാൻ കാരണമായി തീരുകയും ചെയ്തവനാകുന്നു. വേറൊരു നബിവചനം, അല്ലാഹു ചില കർത്തവ്യങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, അവ പാഴാക്കരുത്. അവൻ ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അവയെ അനാദരിക്കരുത്. അവൻ ചില അതിർവരമ്പുകൾ നിർണയിച്ചിട്ടുണ്ട്, അവ അതിലംഘിക്കരുത്. അവൻ ചില സംഗതികളെക്കുറിച്ച് മൗനം പാലിച്ചിട്ടുണ്ട്, മറവിയൊന്നും കൂടാതെ തന്നെ. അവയെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കരുത്. അതിപ്രധാനമായ ഒരു വസ്തുതയാണ് നബി തിരുമേനി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൊത്തമായി പ്രസ്താവിക്കുകയും വിശദീകരണം നൽകാതിരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാഹുവിന് ഒരു മറവിയും ബാധിച്ചിട്ടില്ല. സംഖ്യയോ പരിമാണമോ മറ്റ് സവിശേഷതകളോ വിസ്തരിക്കാതെ പൊതുവായി വിട്ടിരിക്കുന്നവയുടെ കാര്യവും അങ്ങനെ തന്നെ. വിസ്മൃതി മൂലമല്ല അങ്ങനെ ചെയ്തത്. ആ സംഗതികളുടെ വിശദാംശങ്ങളിൽ പരിമിതി വയ്ക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടും ജനങ്ങൾക്ക് അവയനുഷ്ഠിക്കുന്നതിൽ വിശാലത വേണമെന്നുള്ളതുകൊണ്ടും മാത്രമാകുന്നു. ചോദ്യത്തിനുമേൽ ചോദ്യമുന്നയിക്കുന്നവർ വിശദാംശങ്ങളും സവിശേഷതകളും നിർണയങ്ങളും വഴി നിയമങ്ങളെ കൂടുതൽ കുടുസാക്കാൻ ശ്രമിക്കുകയാണ്. നിയമദാതാവിന്റെ വാക്കുകളിൽ നിന്ന് നേർക്കുനേരെ ലഭിക്കാത്ത അനാവശ്യ വിശദാംശങ്ങൾ അനുമാനങ്ങളിലൂടെ തലനാരിഴ കീറി അവർ ചികഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവ്യക്തമായതിനെ അവർ സുവ്യക്തമാക്കുന്നു. നിരുപാധികമായതിനെ സോപാധികവും നിർണിതമല്ലാത്തതിനെ സുനിർണിതവുമാക്കി തീർക്കുന്നു. വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തെ അപകടത്തിൽ തള്ളിവിടുകയാണ് അവർ ചെയ്യുന്നത്. എന്തെന്നാൽ അഭൗതിക കാര്യത്തെ സംബന്ധിച്ചാണെങ്കിൽ എത്രത്തോളം വിശദാംശങ്ങൾ അധികമാകുന്നുവോ അത്രയും അതിൽ വിശ്വസിക്കാൻ വിഷമമുണ്ടാകുന്നു. അനുഷ്ഠാന വിധികളെ സംബന്ധിച്ചിടത്തോളമാകട്ടെ ഉപാധികളും നിബന്ധനകളും വർദ്ധിക്കുന്തോറും അവയനുഷ്ഠിക്കുന്നവർക്ക് നിയമലംഘനത്തിന്റെ സാധ്യതകളും വർദ്ധിക്കുന്നതായിരിക്കും. قد سألها قوم من قبلكم ثم أصبحوا بها كافرين. നിങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. എന്നിട്ടോ അതേ കാര്യങ്ങളുടെ പേരിൽ അവർ സത്യനിഷേധികളായിത്തീർന്നു. പൂർവപ്രവാചകന്മാരുടെ സമുദായങ്ങൾ ആദ്യം മതവിശ്വാസങ്ങളും വിധികളും ചുഴിഞ്ഞന്വേഷിച്ചു. ഓരോന്നിനെക്കുറിച്ചും ചോദിച്ച് വിശദീകരണങ്ങളുടെയും ഉപാധികളുടെയും ഒരു നൂലാമാല ചമച്ചു. അനന്തരം അതിൽ കെട്ടിപ്പിണഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ വ്യതിയാനങ്ങളും കർമ്മങ്ങളിൽ ധർമ്മലംഘനവും സംഭവിച്ചു. നിങ്ങൾക്ക് മുമ്പുള്ള വിഭാഗം എന്നതുകൊണ്ട് യഹൂദി ജനതയാണ് വിവക്ഷ.
പരിശുദ്ധ ഖുർആന്റെയും മുഹമ്മദ് നബിയുടെയും കഠിനമായ താക്കീതുകൾ ഉണ്ടായിരുന്നിട്ടും മുസ്ലിങ്ങൾ ആ ജനതയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നതിൽ ഒരു കുറവും വരുത്തുന്നില്ലെന്നുള്ളത് പരിതാപകരം തന്നെ. ما جعل الله من بحيرة ولا سائبة ولا وصيلة ولا حام ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون. അല്ലാഹു ഒരു ബഹീറയും നിശ്ചയിച്ചിട്ടില്ല, സായിബയുമില്ല, വസീലയുമില്ല, ഹാമുമില്ല. പക്ഷേ ഈ നിഷേധികൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം ചമയ്ക്കുകയാകുന്നു. അവരിലധികം ആളുകളും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്ന ബുദ്ധിശൂന്യരാകുന്നു. ജാഹിലിയ്യ കാലത്തെ അറബികൾ ചില ജീവികളെ തങ്ങളുടെ ആരാധ്യന്മാരുടെ പേരിൽ ഒഴിഞ്ഞിടുക പതിവായിരുന്നു. ബഹീറ, സായിബ, വസീല, ഹാം എന്നിങ്ങനെ പല പേരിലുമുണ്ടായിരുന്നു ഈ വഴിപാടുകൾ. ഒട്ടകം 5 തവണ പ്രസവിച്ച് 5ാമത്തെ ശിശു ആണാവുകയും അത് ജീവിച്ചിരിക്കുകയും ചെയ്താൽ തള്ളയെ കാതുകീറി ദൈവങ്ങളുടെ പേരിൽ ഒഴിഞ്ഞിടും. അനന്തരം അതിനെ സവാരിക്ക് ഉപയോഗിക്കില്ല, അതിന്റെ പാൽ കുടിക്കുകയില്ല, അതിനെ അറുക്കുകയില്ല, അതിന്റെ രോമം മുറിച്ചു നീക്കുകയില്ല. അതിന് യഥേഷ്ടം ഏതു മേച്ചിൽ സ്ഥലത്തും മേയാം, ഏതു വയലിൽ കടന്നും തിന്നാം, ഏത് കടവിൽ നിന്നും വെള്ളം കുടിക്കാം. ഇതിന് ബഹീറ എന്നാണ് പേർ, കാതറുത്തത് എന്നർത്ഥം. ഉദ്ദിഷ്ടകാര്യം സാധിക്കുക, രോഗശമനം ലഭിക്കുക, ആപത്തിൽ നിന്ന് മുക്തി നേടുക തുടങ്ങി വല്ല ദിവ്യാനുഗ്രഹവും സിദ്ധിക്കുമ്പോൾ നന്ദിയായി ഒഴിഞ്ഞിടുന്ന ഒട്ടകമാണ് സായിബ. അല്ലെങ്കിൽ ഓരോ തവണയും പെൺകുഞ്ഞിനെ എന്ന നിലയിൽ 10 പ്രസവിച്ച ഒട്ടകം. സായിബ എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്നർത്ഥം. ആടിന്റെ കടിഞ്ഞൂൽ ശിശു കൊറ്റനായാൽ അതിനെ ദൈവങ്ങളുടെ പേരിൽ ബലിയായി അറുക്കും. കടിഞ്ഞൂൽ പെൺകുഞ്ഞായാൽ അതിനെ സ്വന്തമാക്കുകയും ചെയ്യും. കടിഞ്ഞൂൽ ആണും പെണ്ണും കൂടിയാണെങ്കിൽ ആണിനെ അറുക്കുന്നതിന് പകരം അതേപടി ദൈവനാമത്തിൽ വിട്ടയക്കപ്പെടുകയാണ് പതിവ്. ഇതിന്റെ പേരാണ് വസീല. ഒരൊട്ടകത്തിന്റെ കുട്ടിയുടെ കുട്ടി സവാരിക്ക് പാകമായി കഴിഞ്ഞാൽ വൃദ്ധയായ തള്ളയൊട്ടകത്തെ സ്വതന്ത്രമായി വിടും. 10 സന്താനങ്ങളെ ജനിപ്പിച്ച ആണൊട്ടകത്തിനും സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇതിനാണ് ഹാം എന്ന് പറയുന്നത്. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ. അവരോട് അല്ലാഹു അവതരിപ്പിച്ച നിയമങ്ങളിലേക്കും ദൈവദൂതനിലേക്കും വരുവിൻ എന്നുപദേശിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങളുടെ പൂർവികർ ആചരിച്ചു പോന്നതായി കണ്ടിട്ടുള്ള അതേ വിശ്വാസാചാരങ്ങൾ തന്നെ മതി ഞങ്ങൾക്ക്. ഇവരുടെ പൂർവ്വപിതാക്കൾ ഒന്നും അറിഞ്ഞുകൂടാത്തവരും സത്യമാർഗത്തെക്കുറിച്ച് ബോധമില്ലാത്തവരുമാണെങ്കിലും ഇവർ അവരെ അനുകരിച്ചു നടക്കുകയോ? يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവരുടെ മാർഗഭ്രംശം നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. നിങ്ങൾ സ്വയം സന്മാർഗസ്ഥരാണെങ്കിൽ എല്ലാവരും അല്ലാഹുവിങ്കലേക്ക് മടങ്ങേണ്ടവരാകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെക്കുറിച്ച് അപ്പോൾ അവൻ പറഞ്ഞുതരും. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പരിധി നടക്കുന്ന ഒരു തരം ആളുകളുണ്ട്. ഈ ദുഷിച്ച പ്രവണത അപലപനീയമാണ്. ധർമ്മബോധമുള്ള മനുഷ്യൻ തന്നെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. താൻ എന്തു പ്രവർത്തിക്കുന്നു? തന്റെ ആദർശ വിശ്വാസങ്ങളിലോ കർമ്മധർമ്മങ്ങളിലോ വല്ല ദൂഷ്യവും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അവൻ നോക്കേണ്ടത്. ഒരാൾ അല്ലാഹുവെ അനുസരിക്കുകയും സ്രഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും അവകാശങ്ങൾ ശരിക്കും നിർവഹിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക. സാൻമാർഗികതയുടെയും സത്യസന്ധതയുടെയും താൽപര്യങ്ങൾ അയാൾ മുറപ്രകാരം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അയാൾക്ക് മറ്റുള്ളവരുടെ മാർഗഭ്രംശവും വ്യതിയാനവും കൊണ്ട് ഒരു ദോഷവും വരാൻ പോകുന്നില്ല.
ഈ താൽപര്യ പൂർത്തീകരണത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും കൂടി ഉൾപ്പെടുന്നുണ്ടെന്ന സംഗതി പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ വചനത്തിന്റെ സാരം സ്വന്തം രക്ഷാമാർഗം മാത്രം അന്വേഷിക്കുകയും മറ്റുള്ളവരുടെ സംസ്കരണ കാര്യം അവഗണിക്കുകയും ചെയ്യണമെന്നല്ല. അങ്ങനെ ചിലർ ധരിച്ചു പോയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചു: ജനങ്ങളെ, നിങ്ങൾ ഈ ഖുർആൻ സൂക്തം പാരായണം ചെയ്ത് ദുർവ്യാഖ്യാനിക്കുന്നുവോ? റസൂൽ തിരുമേനി അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തിന്മ ചെയ്യുന്നത് കണ്ടിട്ടും അത് വിലക്കാതിരിക്കുകയും അക്രമം കാണുമ്പോൾ അക്രമിയെ തടയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ജനങ്ങളിലുണ്ടാകുന്ന പക്ഷം സകലരെയും അള്ളാഹു അവന്റെ ശിക്ഷയ്ക്ക് വിധേയരാക്കും. അള്ളാഹുവാണ് സത്യം. തീർച്ചയായും നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം അള്ളാഹു നിങ്ങളുടെ മേൽ ഏറ്റവും ദുഷ്ടന്മാരായ ആളുകളെ അധികാരപ്പെടുത്തും. അവർ നിങ്ങളെ കടുത്ത യാതനകളും വേദനകളും അനുഭവിപ്പിക്കും. അപ്പോൾ നിങ്ങളിലുള്ള ശിഷ്ടന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്കും. പക്ഷേ അവനത് സ്വീകരിക്കുകയില്ല. يا أيها الذين آمنوا شهادة بينكم إذا حضر أحدكم الموت حين الوصية اثنان ذوى عدل منكم أو آخران من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله إنا إذا لمن الآثمين. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളിലൊരുവന് മരണമാസന്നമാവുകയും അപ്പോൾ ഒസ്യത്ത് ചെയ്യുകയുമാണെങ്കിൽ അതിനുള്ള സാക്ഷ്യത്തിന്റെ മാനം ഇപ്രകാരമാകുന്നു: നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട 2 നീതിമാന്മാർ സാക്ഷികളാവുക. അല്ലെങ്കിൽ നിങ്ങൾ യാത്രാവസ്ഥയിലായിരിക്കുകയും അവിടെ മരണവിപത്ത് അഭിമുഖീകരിക്കുകയുമാണെങ്കിൽ അപ്പോൾ മറ്റു ജനത്തിൽ നിന്നു തന്നെ 2 ആളുകളെ സാക്ഷികളാക്കുക. പിന്നീട് സംശയമുണ്ടാവുകയാണെങ്കിൽ ആ 2 സാക്ഷികളെയും നമസ്കാരാനന്തരം പള്ളിയിൽ തടഞ്ഞുവെക്കണം. അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ. ഞങ്ങൾ സ്വാർത്ഥലാഭത്തിനു വേണ്ടി സാക്ഷ്യം വിൽക്കുന്നവരല്ല. ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കെതിരാകുമെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. അള്ളാഹുവിനു വേണ്ടിയുള്ള സാക്ഷ്യത്തെ ഒളിച്ചുവെക്കുകയുമില്ല. അപ്രകാരം ചെയ്താൽ ഞങ്ങൾ പാപികളുടെ ഗണത്തിൽ പെട്ടുപോകും. അല്ലെങ്കിൽ മറ്റു ജനത്തിൽ നിന്ന് 2 ആളുകളെ എന്ന വചനത്തിന്റെ ധ്വനി ഇതാണ്. മുസ്ലിങ്ങളുടെ പ്രശ്നത്തിൽ മുസ്ലിങ്ങളായ സാക്ഷികളെ ലഭിക്കാത്ത സന്ദർഭങ്ങളിലെ അമുസ്ലിങ്ങളെ സാക്ഷി നിർത്തുന്നത് ശരിയാവൂ. فإن عثر على أنهما استحقا إثما فآخران يقومان مقامهما من الذين استحق عليهم الأوليان فيقسمان بالله لشهادتنا أحق من شهادتهما وما اعتدينا إنا إذا لمن الظالمين. ഇനി അവരിരുവരും സ്വയം കുറ്റത്തിലകപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വെളിപ്പെട്ടാൽ അവരുടെ സ്ഥാനത്ത് അവകാശം നഷ്ടപ്പെട്ടവരിൽ നിന്ന് ഇവരെക്കാൾ സാക്ഷ്യത്തിന് അർഹരായ 2 പേർ മുന്നോട്ട് വന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയട്ടെ: നിശ്ചയം അവരുടെ മൊഴിയേക്കാൾ സത്യമായിട്ടുള്ളത് ഞങ്ങളുടെ മൊഴിയാകുന്നു. സാക്ഷ്യം നൽകുന്നതിൽ ഞങ്ങൾ യാതൊരു അഴിമതിയും ചെയ്തിട്ടില്ല. അവിധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അക്രമികളുടെ ഗണത്തിൽ പെട്ടുപോകും. يا أيها الذين آمنوا لا